ജനൻ ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ സംവിധായകനും VHP നേതാവുമായ വിജി തമ്പി ഒരു വെളിപ്പെടുത്തൽ നടത്തി. മാധവിക്കുട്ടിയെ പോലെ പല പ്രമുഖരെയും മതം മാറ്റാൻ ഇവിടെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് വിജി തമ്പി വെളിപ്പെടുത്തിയത്. മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടിക്ക് 100 കോടി ഓഫറാണ് മതം മാറാൻ നൽകിയത്. ഇത്തരത്തിൽ പല പ്രമുഖരെയും ഇവർ പ്രലോഭിപ്പിക്കുന്നു. ജനൻ ടിവിയിൽ നടന്ന ടെലിവിഷൻ ചർച്ചയ്ക്കിടെയായിരുന്നു വിജി തമ്പിയുടെ വെളിപ്പെടുത്തൽ. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് തീ പിടിച്ച അവസ്ഥയാണ്. വിജി തമ്പി സൂചിപ്പിച്ച നടി ഏതാണ് എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നു. വിജി തമ്പി ഈ നടിയെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണവും നൽകിയിരുന്നു. കുടുംബമില്ലാതെ തനിച്ച് ജീവിക്കുന്ന ഒരു പ്രമുഖ നടിയെന്നാണ് വിജി തമ്പി വിശദീകരിച്ചത്. ഇതുമായി ചേർത്ത് വായിക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ കുറിപ്പുകളിൽ ചിലർ സംശയമുന്നയിക്കുന്നത് മഞ്ജു വാര്യരെ തന്നെ. വിജി തമ്പിയുടെ പ്രസ്താവനയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ആളുകൾ രംഗത്തിറങ്ങി. ചിലർ അത് മഞ്ജു വാര്യർ തന്നെയാണോ എന്ന് വിജി തമ്പിയോട് ചോദിക്കുന്നു. അദ്ദേഹം ഉത്തരം നൽകുന്നില്ല. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിങ്ങനെ നോക്കുമ്പോൾ മലയാളി വാർത്ത ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു ചാനലിൽ ഒരു ന്യൂസ് കാണാനിടയായി. അതിൻ്റെ അകത്ത് വിജി തമ്പി എന്ന് പറയുന്ന VHP നേതാവ്, അതുപോലെ തന്നെ സംവിധായകനാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പണ്ട് ഒരുപാട് സിനിമകള് സംവിധാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പം കുറച്ച് നാളായിട്ട് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചതെന്ന് അറിയില്ല. ഒരു തരം ഇങ്ങനെ പോയിട്ട് എവിടെയൊക്കെ പോയിട്ട് എന്തൊക്കെയോ പറയുന്നത് കേൾക്കാം. അതെന്താണെന്ന് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മലയാളി വാർത്ത ഇൻസൈഡിൽ ഞാൻ പെട്ടെന്ന് നോക്കുമ്പോഴാണ് ഈ ഒരു കേസ് കണ്ടത്. മഞ്ജു വാര്യർ ആണോ ആ നടി എന്നുള്ള ചോദ്യത്തിന്. അപ്പോഴാണ് ആ ന്യൂസ് ഒന്ന് ഞാൻ ശ്രദ്ധിച്ചത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും അറിയില്ല കേട്ടോ. ജനൻ ചാനലൊന്നും നമ്മൾ കണ്ടിട്ട് പോലും ഇല്ല. അപ്പൊ ഈ ജനൻ ചാനലിന്റെ എന്തോ ഒരു ഡിബേറ്റ്, അങ്ങനെ എന്തോ ഒരു ചർച്ചയില് വിജി തമ്പി ആരോടോ പറഞ്ഞു പോലായിരുന്നു ചില കാര്യങ്ങൾ. അതായത് ഒരു പ്രമുഖ നടിക്ക് 100 കോടി ഓഫർ ചെയ്തിട്ടുണ്ട്. ഇസ്ലാം മതം സ്വീകരിക്കുകയാണെങ്കിൽ 100 കോടി അങ്ങ് തരും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിജി തമ്പിയോട് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചപ്പോൾ ആശാൻ പറഞ്ഞു അതൊന്നും ഞാൻ പറയത്തില്ല. അങ്ങനെ പറയാൻ പറ്റൂലല്ലോ. പേര് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണി ബാലും വെള്ളത്തിൽ കിട്ടൂലേ. അതായത് മഞ്ജു വാര്യർ കൊണ്ടുപോയിട്ട് അങ്ങനെ കൊടുത്ത് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിജി തമ്പിന്റെ അസ്ഥിവാരം തന്നെ തോണ്ടി കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെ നമ്മൾ വിജി തമ്പിയേട്ടൻ എന്ത് ചെയ്തു, ഞാൻ അങ്ങനെ പേരൊന്നും പറയത്തില്ല എന്നുള്ള ഒരു കാര്യവും വെച്ചു. അതായത് ഒരു ഉണ്ടയില്ല വെടിയാണ് ഇദ്ദേഹം പൊട്ടിച്ചത്, വേറെ ഒന്നുമല്ല. ഞാൻ പേരൊന്നും പറയത്തില്ല, പക്ഷേ പ്രമുഖയായ നടിക്ക് ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ 100 കോടി കൊടുത്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ പേര് പറയില്ലെങ്കിൽ ആ നടിയുടെ എന്തെങ്കിലും ഒരു സാമ്യതയെങ്കിലും പറയൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു കുടുംബിനിയായ നടിയായിരുന്നു. ഇപ്പോൾ ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ സിനിമയിലും പരസ്യത്തിലും അഭിനയിച്ച് കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തത് ദിലീപിന്റെ മുൻ ഭാര്യ എന്നും കൂടി അങ്ങ് പറഞ്ഞാൽ പോരെ. അതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് മഞ്ജു വാര്യരെ പോലെ സാമ്യത്തിലാണ് ഇയാൾ പറയുന്നത്. ഇനി എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും ഇയാൾ ആരെയോ പേര് പറയട്ടെ. പക്ഷെ ഞാനൊരു കാര്യം പറയുകയാണ്, ഇദ്ദേഹത്തെ എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത് എനിക്കറിയില്ല കേട്ടാ. അല്ല, ഇദ്ദേഹം എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മാധവിക്കുട്ടിയെ വരെ മതം മാറ്റിയ അവസ്ഥയാണ്. അതായത് മാധവിക്കുട്ടിക്ക് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് മാറ്റിയത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉദാഹരണങ്ങൾ. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾ ഏതോ ഒരു ചാനൽ വെച്ചപ്പോഴേ ആമി എന്ന് പറയുന്ന മഞ്ജു വാര്യരുടെ സിനിമ കണ്ടു. ആ സിനിമയിൽ എന്ന് പറഞ്ഞാൽ മാധവിക്കുട്ടിയുടെ കഥയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഈ സിനിമ കണ്ടപാട് ഇയാൾ വിചാരിച്ചെന്താണ്, ഇത് ഏതോ ഒരു ന്യൂസ് ചാനലിൽ പറയുന്ന കാര്യമാണെന്ന്. ഏതായാലും അത് വെച്ചിങ്ങനെ നല്ലോണം തട്ടിയതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിൻ്റെ അകത്തുണ്ട് മുസ്ലിം മതമാകാൻ പോകുന്നതും, കാരണം പിന്നെ കമല സുരയ്യ ആയ കഥയൊക്കെ നമുക്കറിയാലോ. അതൊക്കെ ഈ ആമി എന്ന് പറയുന്ന സിനിമയിലുണ്ട്. അപ്പൊ അങ്ങനെ ആകാൻ പോയതാണോ എന്നുള്ള ഒരു സംശയത്തിൽ ഇദ്ദേഹം പിടിച്ചു കയറിയതാണ്. അപ്പൊ കണ്ടപ്പോഴും മഞ്ജു വാര്യർ അമ്പട കമലേ നീയാന്ന് അല്ലേ ഇതിന്റെ ആള്, നീയാണ് നമ്മളെ മഞ്ജുവിനെ കൊണ്ടുപോയിട്ട് ഭാര്യയുടെ കുട്ടീനെ കൊണ്ടുപോയിട്ട് മുസ്ലിമാക്കാൻ നോക്കുന്നല്ലടാ, നീയാന്നല്ലടാ. ഇയാൾക്ക് എന്തൊരു വേറെ ഒരു പണിയില്ല. അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് മഞ്ജു വാര്യർക്കൊക്കെ ബോധം ഉണ്ടെങ്കിൽ അവർ പോടാ. അവർക്ക് എന്താ ഇപ്പൊ മനുഷ്യനായിട്ടല്ലേ അവർ ജീവിക്കുന്നത്? ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ എന്താ ക്രിസ്ത്യാനിയായിട്ടോ മുസ്ലിം ആയിട്ടോ എന്തായിട്ട് ജീവിക്കാൻ ഒരു മനുഷ്യനല്ലേ അവരിപ്പോഴും ജീവിക്കുന്ന മനുഷ്യനായിട്ടല്ലേ. അവർ മഞ്ജു വാര്യർ എന്ന് പറയുന്ന പേരിൽ തന്നെയല്ലേ ജീവിക്കുന്നത്. അല്ലാതെ മഞ്ജു എന്നാണ് എൻ്റെ പേര്, വാര്യർ ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവരാ പണ്ടുള്ളതുപോലെയും ഇപ്പോഴുള്ളതുപോലെയും അവർക്ക് എല്ലാവരും ഉണ്ട്. അതായത് അവർ മതം നോക്കിയില്ലോ ജാതി നോക്കിയിട്ടൊന്നും അല്ല മഞ്ജു വാര്യർ ജീവിക്കുന്നത്. മഞ്ജു വാര്യർ ജീവിക്കുന്നത് മനുഷ്യനായിട്ടാണ്. എങ്ങനെയെങ്കിലും ആ ഒരു സ്ത്രീയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തകർന്നു പോട്ടെ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്.
അതായത് വേറെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും മഞ്ജു വാര്യർ എന്ന് പറയുന്ന ആ യുവതിക്ക് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഇമാതിരി തോന്നിയ ഭാഷവും പോക്കൃത്തനവും പറഞ്ഞിട്ട് ഒരു സംശയ മുനയിൽ നിർത്തുക. അതായത് ഇമാതിരി ഈ കോഞ്ഞാട്ടകളിലുള്ള കുറെ ടീമുകൾ എന്താ അറിയാ, പേര് പറയാൻ പേടിയാണെങ്കിൽ പിന്നെ മിണ്ടാണ്ട് നിന്നാ പോരെ. ഈ തമ്പിയോട് തന്നെ ഞാൻ പറയുന്നത്, ഇതിങ്ങനെ പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? മിണ്ടാതിരുന്നാ പോരെ. പേര് പറയാനും പേടി, എന്നാൽ ഇങ്ങനെ നമുക്ക് എന്നാവുന്ന ഇങ്ങനെ ഒരു കോഞ്ഞാട്ടി ആക്കവും വേണം. അങ്ങനെ വിജി തമ്പി എന്തോ പറഞ്ഞതാണ് ഇപ്പോൾ ഈ മലയാളി വാർത്തയിൽ നമ്മൾ കേട്ടത്. ഇനി എൻ്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, മഞ്ജു വാര്യരൊന്നും അങ്ങനെ ചിന്തിക്കുന്നു ഞാൻ ഒരു ശതമാനം, അതായത് ഒരു ചെറിയൊരു ശതമാനം പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നല്ല വിവേകമുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അല്ലാതെ 100 കോടി തരാ 500 കോടി തരാ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ എന്ന് പറഞ്ഞ് ഇവന്മാർ വെറുതെ വെടി പൊട്ടിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ വിശ്വസിക്കുന്ന തമ്പിയുടെ കുറച്ച് കൂട്ടത്തിലുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ നിങ്ങളൊന്ന് പറയാറുന്നേ, ഇവിടെ ഈ 100 കോടി ഉറുപ്പിയും കൊടുത്തിട്ട് മഞ്ജു വാര്യരെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്ത് പുണ്യം കിട്ടാനാണ്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവിടെ എല്ലാവരും പറയുന്നുണ്ട് 100 കോടി തരാം 500 കോടി തരാം. ഇത് ഈ പൈസയും കൊടുത്തിട്ട് ഒരുത്തിനെ അങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവർക്ക് എന്താ കിട്ടുന്നത്? ഈ മതത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കാനുള്ള പ്ലാനാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് പോവോ? ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ തന്നെ എല്ലാ രാജ്യങ്ങളിലും നമ്മൾ പോകുന്നതാണ്. അവിടെയൊക്കെ തന്നെ പലതരത്തിലുള്ള മതക്കാരും രാജ്യക്കാരും ഇതെല്ലാം ഉണ്ട്. സൗഹാർദ്ദത്തോടു കൂടിയിട്ടാണ് അവിടെയെല്ലാം ജീവിക്കുന്നത്. അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നൊന്നുമില്ല. എല്ലാവരും ഒരു തളികയിൽ നിന്ന് തന്നെയാണ് കപ്സ വാരി തിന്നുന്നത്. അത് മനസ്സിലാക്കാൻ പോലും ഇങ്ങേർക്കൊന്നും ബുദ്ധിയില്ല. അതാണ് നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്. ഒന്നുമില്ലെങ്കിൽ നിങ്ങളിൽ കുറച്ച് ആൾക്കാർ, അതായത് ഇപ്പൊ പറയുന്ന ഈ തമ്പി പറയുന്ന പോലെ അദ്ദേഹം BHP എന്തോ നേതാവാണ്. അദ്ദേഹത്തിന്റെ ആ ഒരു നേതാക്കന്മാരുടെ പല മക്കളും ഉണ്ടാവില്ല വിദേശത്ത്. അവരോടൊക്കെ ചോദിച്ചാലെങ്കിലും കുറച്ച് പറഞ്ഞു തരത്തില്ലേ? ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊരു മനുഷ്യന്മാരാണ് ഇവര്. അപ്പൊ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ മാധവിക്കുട്ടീനെ കൊണ്ടുപോയിട്ട് ഇവർക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടി. എന്ത് ഗുണങ്ങളാ കിട്ടിയത്? മാധവിക്കുട്ടിക്ക് തോന്നിയപ്പോൾ അവരങ്ങ് പോയി അവിടുന്ന്. അല്ലാതെ എന്ന് പറഞ്ഞ മാധവിക്കുട്ടിക്ക് എന്ത് ഗുണമാണ് കിട്ടിയത്? മാധവിക്കുട്ടീനെ കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്തൊരു ഗുണം കിട്ടിയില്ല. മാധവിക്കുട്ടി മാറിയത് കൊണ്ട് ഞാനും ഇസ്ലാമിലേക്ക് പോകുന്ന ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് അവിടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടിയിട്ട് ചെയ്യുന്ന ഒരു കോക്കസാണോ ഇത്? പൊതുജനങ്ങളെയാണോ ഇവര് മണ്ടന്മാരാക്കുന്നത് എന്നാണ് എൻ്റെ ഒരു സംശയട്ടാ. അതാണ് എൻ്റെ ബലമായ സംശയമായിരുന്നു. അല്ലാതെ ഇമാതിരി തോന്നിവാസൊക്കെ പറയണ. ഇപ്പൊ വിജി തമ്പി എന്ന് പറയുന്ന ആ മനുഷ്യൻ എത്ര നല്ല മനുഷ്യനായിരുന്നു, എത്ര നല്ല സിനിമകൾ സംവിധാനം ചെയ്തിയാന്ന്. എന്തോന്നാണ് ഇതെന്ത് ഇങ്ങനെയായി പോയത്? അപ്പൊ ഏതായാലും അണ്ണൻ പേര് പറയില്ല എന്നുള്ള കാര്യം ഉറപ്പന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാരണവശാലും അണ്ണൻ പേര് പറയത്തില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ എന്താണ് പേര് പറ തമ്പി എന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു ഇതുണ്ടല്ലോ, ഏത് നമ്മുടെ മോഹൻലാലിന്റെ സിനിമയുണ്ടല്ലോ മിഥുനത്തില്, ഞാൻ ഇപ്പോൾ ഉടക്കുന്നു എന്റെ തേങ്ങ എടുത്തിട്ട് ഉടക്കുന്നില്ല, അതേപോലെയാണ് ഇത്. പേരും പറയത്തില്ല, ഒന്നും പറയത്തില്ല, വെറുതെ ഇങ്ങനെ ഉണ്ടിയില്ല ബെടി ഇങ്ങനെ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് അങ്ങ് പൊട്ടിച്ച് വിടുവാടുന്ന്. കുറേ ആൾക്കാരുണ്ട് ഇതേപോലെ. ഇയാൾ ഒറ്റക്കൊന്നല്ല, ഒരുപാട് ആൾക്കാർ ഇതുപോലെ തന്നെയാണ്. ചില എന്നവരുടെ ഉണ്ടയില്ല ബെടി ഇങ്ങനെ പൊട്ടിച്ചു വിടും. ഏതായാലും ഒരു കാര്യം ചെയ്യാം, തമ്പി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അത് ആവശ്യമില്ലാതെ കേട്ടാൽ മതി കേട്ടാ. സത്യം പറയും, എനിക്ക് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നിങ്ങളെ അവസ്ഥ എന്തായിരിക്കും? നേരോന്നറിയോ തമ്പിക്കുണ്ടെങ്കിൽ ആ നടിയുടെ പേര് പറയൂ തമ്പിക്കുട്ട. വിജി തമ്പി എന്തായാലും ആ നടിയുടെ പേര് പറയാൻ നിർബന്ധിതനായി തീരും. നമ്മൾ ചർച്ച ചെയ്ത് നമ്മളോടൊപ്പം ഉള്ള ശ്രീ ഹാഷിം പറഞ്ഞു, ശ്രീമതി മാധവിക്കുട്ടി അവരുടെ മതത്തിലേക്ക് വന്നുകൊണ്ട് എന്താണ് നേട്ടമെന്ന്. ശ്രീമതി മാധവിക്കുട്ടി എന്ന് പറയുന്ന ലോക പ്രശസ്തയായ ഒരു എഴുത്തുകാരിയാണ്. അവരെ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയാണ് അവരെ മതം മാറ്റിയത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ട്രാപ്പാണത്. ഞാൻ പറഞ്ഞത് ലവ് ജിഹാദ് അല്ല, ട്രാപ്പ് ജിഹാദ് എന്ന് പറഞ്ഞത്. ആ ട്രാപ്പിൽ പെടുത്തി അവരെ അവരുടെ സ്വധർമ്മത്തിൽ നിന്ന് മാറ്റി, മാധവിക്കുട്ടി എന്നുള്ള പേര് മാറ്റി കമലയ സുരയ്യ എന്നുള്ള പേര് നൽകി. ഒടുവിൽ അവർ തന്നെ അവരുടെ മരണത്തിന് മുമ്പ് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റായിട്ട് അതിനെ അവർ പല ആൾക്കാരോടും പറയുകയും അവരെഴുതുകയും ചെയ്തു. അപ്പോൾ അപ്പൊ നമ്മളെ തമ്പിയണ്ണൻ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ കേട്ടതാണ്. കാരണം തമ്പിയണ്ണൻ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മതവും അതും ഇതും പറഞ്ഞ് നടക്കുന്ന ഏതവനായി കഴിഞ്ഞാൽ ഉള്ള കാര്യം പറഞ്ഞു എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സംഭവമായത്. എന്ത് മതമായി കഴിഞ്ഞാലും ഞാൻ പറഞ്ഞല്ലോ, ഈ മതമൊന്നും ഒരാൾക്കും അത് ചോറുന്നില്ല. എല്ലാവരും ജോലി ചെയ്യണം, സൗഹൃദപരമായിട്ട് ജോലി ചെയ്തുകൂടെ? അല്ലാതെ എന്തിനിങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ? മഞ്ജു വാര്യരാണോ അല്ലെങ്കിൽ മറ്റവനാണോ? മഞ്ജു വാര്യരൊക്കെ എന്താ പിരാന്തുണ്ടായിരുന്നു? 100 കോടി മേടിച്ചിട്ട് അവര് പിന്നെ എന്താ പറയണ്ടത്, എന്ത് ചെയ്യാനാണ്? അതാ ഞാൻ ആലോചിക്കുന്നത്. അവർക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞാൽ പള്ളിയിലും പോവാ, അമ്പലത്തിലും പോവാ, ഇനി പിന്നെ ചർച്ചിലും പോവാ, എല്ലാ സ്ഥലത്തും പോയിക്കൂടെ? അവർക്ക് എല്ലാ സ്ഥലത്തും പോവാ.
അവർക്ക് എവിടെ പോകുന്നതിന് ഒരു കുഴപ്പമില്ല. അവർക്ക് താജ്മഹലിലും പോവാം. താജ്മഹൽ എല്ലാവർക്കും പോകട്ടെ, താജ്മഹലല്ലേ ഉദ്ദേശിക്കുന്നത്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം പള്ളിയിലും പോവാം, അതുപോലെ ക്രിസ്ത്യൻ പള്ളിയിലും പോവാം, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലും കയറാം. അവരെന്തിനാ പിന്നെ ഈ എന്നാ പറയേണ്ടത് ഈ ഇതിനു വേണ്ടി പോകുന്നത്? അതിൽ ഇവർക്ക് ഇതല്ലേ സുഖോ? ഇപ്പൊ അന്നേരം പറയുക എന്നാ നീ പോയിട്ടൊന്ന് നിസ്കരിച്ച് കാണിക്കട്ടെ. അതൊക്കെ അതിന്റെ ഒരു ഇതില്ലേ, കണക്കില്ലേ? നമുക്കൊരു പള്ളിയിൽ എവിടെ പോയി കഴിഞ്ഞാൽ എവിടെ പോയാൽ പോവാം, അതൊക്കെ ഒരു കണക്കുണ്ട്, അതുവരെ പോവാം. അമ്പലമായാലും അങ്ങനെയല്ലേ, അമ്പലമായാലും നമുക്ക് ശ്രീകോവിലിന്റെ ഉള്ളിൽ പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെ ചർച്ചിലായാലും എല്ലാവരും അതിന്റെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കുള്ളിൽ എവിടെ വേണമെങ്കിൽ ഒരു മനുഷ്യനായി ജീവിച്ചാൽ മതി. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവിടുന്ന് മതവും മാറി 100 കോടി ഉറുപ്പ് വെച്ചിട്ട് മതം മാറുമല്ലോ അവിടുന്ന്. ഞാൻ പറയിക്കുന്നില്ല അവിടുന്ന്. നന്ദി, നമസ്കാരം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് എഴുതിക്കോ. ബൈ ബൈ.